അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കടയിലൊക്കെ പോയിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് കയറാൻ നേരില്ല എന്ന് പറയണതാണ് ശരി. ഇതിൽ പലപ്പോഴും വരുന്ന ചലഞ്ചസ് നമ്മൾ നേരിട്ടേ പറ്റുള്ളല്ലോ. അതിന് പ്രത്യേകിച്ചൊരു കുറുക്ക് വഴിയൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൽ മാത്രമല്ലല്ലോ ലൈഫിൽ നമ്മുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ മുടി വെട്ടാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. പിന്നെ ഇതൊക്കെ നമ്മൾ മുമ്പും ചെയ്തിരുന്നതാണ്. പക്ഷേ ഇതുപോലെ ചേട്ടൻ നാട്ടിൽ വന്ന ശേഷം ഈ പറഞ്ഞ തൊട്ട് ചായാനൊരു തോളുള്ളപ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ കൂടുമല്ലേ. പിന്നെ അതിനിടയിൽ നമ്മുടെ ബേക്കിംഗ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ ചലഞ്ച്. അതിലൊരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവർ വന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഡെലിവറി ചെയ്യേണ്ട സമയത്തൊക്കെ. ഓട്ടത്തിനിടയിൽ വല്ലാണ്ട് അങ്ങോട്ട് സ്ട്രെസ്സ് കൂടണമെന്ന് തോന്നുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കും. പിന്നെ മക്കളായിട്ട് ഒന്ന് നടന്ന് കടയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ വരും കേട്ടോ. സമയമൊക്കെ കടന്നു പോകും, പക്ഷേ ഭയങ്കര സ്ലോ മോഷനിലാണ് പോകുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ശേഷം.